കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ. രാമായണത്തിലെ കർമ്മസിദ്ധാന്തം തന്നെയാണ് നാം ഈ ചൊല്ലിയത്. കർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിൽ ഒരിക്കലും താല്പര്യമുണ്ടാകരുത്, ആഗ്രഹമുണ്ടാകരുത്. ആ കർമ്മങ്ങള് ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യണം. ഏതാണോ കർമ്മം കഴിഞ്ഞ് കിട്ടുന്ന ഫലം, അത് ഭഗവതിച്ഛയായിട്ട് സ്വീകരിക്കുകയും വേണം. അതാണ് കർമ്മയോഗം അനുശാസിക്കുന്നത്. അതാണ് കർമ്മയോഗം. ഒരിക്കലും ആ കർമ്മം പിന്നീട് ആ കർത്താവിനെ ബന്ധിക്കുന്നതേയില്ല.